ഹായ്, എന്താണ് പേര്? ലിയ റിസ്വാന. അപ്പോൾ ഏസിന്റെ ഏത് ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്തത്? മഞ്ചേരി ബ്രാഞ്ചിലായിരുന്നു. എന്താണ് ഏസിനോട് പറയാനുള്ളത്? എക്സ്പീരിയൻസ് ഏസിന്റെ ഒരുപാട് ബുക്സ് ഒക്കെ ഉണ്ട്. റാങ്ക് ഫയലുകളിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ അച്ചീവേഴ്സിനെ കാണുമ്പോൾ നമുക്ക് പൊതുവേ ഒരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അത് ഏസ് തന്നെ മതിയെന്ന് അങ്ങ് സെലക്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി വന്നിട്ട് ഇവിടെ മഞ്ചേരി ബ്രാഞ്ചിൽ വന്ന് ചേരാനുണ്ടായത്. എങ്ങനെയായിരുന്നു ഈ ഒരു ജേർണി? ടൈം ടേബിൾ വല്ലതും റൂട്ടീൻസ് വല്ലതും ഫോളോ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും നമുക്കിവിടെ ഏസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എക്സാമുകൾ വീക്കെൻഡായിട്ട് എക്സാമുകൾ ഉണ്ടാകും. അതെ, OMR എക്സാമിലെല്ലാം ഉണ്ടായിരിക്കും. അപ്പം അതും നമുക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആര് PSC എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിലും നമ്മുടേതായ ഒരു രീതിയിലുള്ള ഒരു പഠനം കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യേണ്ടതുണ്ടെങ്കിൽ തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഡെയിലി ഞാൻ 17 മണിക്കൂറായിരുന്നു ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഇതില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡായാലും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും നല്ല സപ്പോർട്ടായിരുന്നു. അവർക്കൊക്കെ ജോലി കിട്ടുക, പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിൻ്റെ അല്ലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ കഥകളൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. എത്ര വേണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ഒരുപാട് ഏതിൻ്റെയൊക്കെയോ റാങ്ക് ഫയലുകളും അതെ ഒരുപാട് മെറ്റീരിയൽസും ഒക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മിഷൻ LP-UP നമ്മുടെ ഏസിൻ്റെ തന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ, അതും ഞാൻ LP-UP സ്റ്റുഡൻസിനോട് എന്താ പറയാനുള്ളത്? LP-UP സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നമ്മൾ എന്തായാലും ഒരു കോച്ചിങ് സെന്ററിന്റെ ഒരു സഹായം നമുക്ക് എന്തായാലും വേണം. നമുക്ക് എങ്ങനെയൊക്കെയാണ് എക്സാമുകൾ പാറ്റേണുകൾ അല്ലെങ്കിൽ സിലബസ് ഒക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ നല്ല യൂസ്ഫുൾ ആണ് നമ്മളൊരു കോച്ചിങ് സെന്ററിൽ ചേരുക എന്നുള്ളത്. അതിലുപരി നമ്മൾ ആ കോച്ചിങ് സെന്ററിനെ മാത്രം നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കുക, അതൊരിക്കലും അങ്ങനെ ഒരു കോച്ചിങ് സെന്ററിൽ പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും PSC കിട്ടൂല. നമ്മൾ വീട്ടിൽ നിന്നും നമ്മുടേതായ ഉറക്കവും നമ്മുടെ എല്ലാ സന്തോഷങ്ങൾ, പരിപാടികൾ, കല്യാണങ്ങൾ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ എഫേർട്ട് എടുക്കണം. എങ്കിൽ തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും നല്ല മെന്റേഴ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വിളിച്ചാലും ഒക്കെ കിട്ടുന്ന നല്ല മെന്റേഴ്സ് ആയിരുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് കോവിഡ് വന്ന് നമുക്ക് ഓൺലൈനിലേക്ക് മാറി. ആ സമയത്ത് നമുക്കിവിടെ ആപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെ തീർച്ചയായിട്ടും. പിന്നെ സൈക്കോളജി ക്ലാസ്സുകളൊക്കെ ഞാൻ അതിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പൊതുവേ എനിക്ക് കുറച്ചൊരു ടഫായിട്ടുള്ളൊരു വിഷയം എനിക്ക് സൈക്കോളജി മാത്സും ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാണാറുള്ളത് ഈ ലേണിംഗ് ആപ്പിലൂടെ ആയിരുന്നു.